ആറ്റിങ്ങലിൽ വി മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് സി കൃഷ്ണകുമാറും NDA സ്ഥാനാർത്ഥികളാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്നു. മറ്റു മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും പാലക്കാട് ചേരുന്ന BJP ഇൻചാർജുമാരുടെ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. BJP ദേശീയ കൗൺസിലിന് മുൻപ് 6-7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. പത്തനംതിട്ടയിൽ PC ജോർജോ, ഷോൺ ജോർജോ സ്ഥാനാർത്ഥിയാകും. BDJS-ന് 3 സീറ്റ് നൽകാനും ഇൻചാർജുമാരുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകാറുണ്ട്. അലക്സ്, BJP ഈ കേരളത്തിലെ BJPയുടെ സ്ഥാനാർത്ഥികൾ, NDAയുടെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചൊരു ഏകദേശ ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പറഞ്ഞ ആറ്റിങ്ങലിലെയും തൃശ്ശൂരിലെയും പാലക്കാട്ടിലെയും കാര്യം നമുക്ക് ഉറപ്പിക്കാമോ? ഗോപി, തീർച്ചയായും. അതായത് മറ്റു മുന്നണികൾ, അതായത് LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഏറെക്കുറെ 6-7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. 17-18 തീയതികളിൽ BJPയുടെ ദേശീയ കൗൺസിൽ ചേരുകയാണ്. അതിനു മുന്നോടിയായി തന്നെ ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഏറ്റവും ഏറെക്കുറെ ഉറപ്പായ സീറ്റുകളുണ്ട് BJP സംബന്ധിച്ചത്. ആറ്റിങ്ങൽ, അതുപോലെ പാലക്കാട്, തൃശ്ശൂർ മണ്ഡലങ്ങളെ സംബന്ധിച്ചാണ്. ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് സി കൃഷ്ണകുമാറും സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. മറ്റു ചില പരിഗണനകൾ കൂടി ഉണ്ട്. ഇന്ന് BJPയുടെ ഇൻചാർജുമാരുടെ യോഗം പാലക്കാട് ചേരുകയാണ്. BJPയുടെ നേതാക്കൾ, BJP സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, മറ്റ് ജനറൽ സെക്രട്ടറിമാർ, ഒപ്പം BL സന്തോഷ് അടക്കമുള്ള നേതാക്കൾ ഈ ഇൻചാർജുമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പരിഗണിക്കുന്ന സീറ്റുകൾ ഇങ്ങനെയാണ്. പ്രധാനമായി പത്തനംതിട്ടയിൽ നേരത്തെ ഒരു പരിധിവരെ കുമ്മനം രാജശേഖരന്റെ പേരായിരുന്നു പരിഗണിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും BJPയിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ PC ജോർജോ, ഷോൺ ജോർജോ മത്സരിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കുമ്മനം രാജശേഖരന്റെ പേര് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ട്. ഒപ്പം കൊല്ലത്ത് പരിഗണിക്കുന്ന മറ്റൊരു പേരുകാരൻ BB ഗോപകുമാറാണ്. അദ്ദേഹം കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റാണ്. വയനാട് സീറ്റ്, വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി തന്നെ എത്തുകയാണെങ്കിൽ BDJS-ന്റെ കയ്യിൽ നിന്നും BJP വയനാട് സീറ്റ് ഏറ്റെടുക്കും. BJPയുടെ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ വയനാട് അവതരിപ്പിക്കാനാണ് BJP ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. BDJS-ന് നിലവിൽ 3 സീറ്റ് നൽകാനാണ് ആലോചിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് പുതിയതായി കോട്ടയം സീറ്റ് കൂടി BDJS-ന് നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു സീറ്റുകൾ നേരത്തെ ഉള്ളതുപോലെ ആലത്തൂരും ഇടുക്കിയും BDJS-ന് നൽകും. നേരത്തെ മാവേലിക്കര BDJS-ന്റെ സീറ്റായിരുന്നു. സംവരണ സീറ്റാണ്. 2 സംവരണ സീറ്റുകൾ ഉള്ളതിനാൽ ഒരു സംവരണ സീറ്റ് മിക്കവാറും BJP ഏറ്റെടുക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ മാവേലിക്കരയിൽ BJPയുടെ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടകര മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ വടകര മണ്ഡലത്തിൽ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പേരുകാരൻ MT രമേശാണ്. ഒപ്പം പ്രഫുൽ കൃഷ്ണന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. കോഴിക്കോട് ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ് എന്നിവരുടെ പേര് പരിഗണിക്കുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ PK കൃഷ്ണദാസിന്റെയും ഒപ്പം സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെയും മഹിളാ മോർച്ചയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ML അശ്വിനിയുടെയും പേര് കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണിക്കുന്നു. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ വേണ്ടി BJP ശ്രമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.